പോളിആർത്രൈറ്റിസ് പരിഹരിക്കാം. ഏതു പ്രായക്കാരിലും ഉണ്ടാകുന്ന രോഗമാണ് ആർത്രൈറ്റിസ്. രോഗകാരണങ്ങളുടെയും ലക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആർത്രൈറ്റിസ് രോഗങ്ങൾ പലതരത്തിലുണ്ട്. വാതരോഗങ്ങൾ 5 അതിൽ കൂടുതലോ സന്ധികളിലുണ്ടായാൽ അതിനെ പോളിആർത്രൈറ്റിസ് എന്നു പറയും. പോളിആർത്രൈറ്റിസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതുകൊണ്ടുതന്നെ രോഗികളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. പോളിആർത്രൈറ്റിസ് പ്രധാനമായും 2 തരത്തിലുണ്ടാകും. പോളിആർത്രൈറ്റിസ് ഒരു അക്യൂട്ട് എപ്പിസോഡായി പ്രത്യക്ഷപ്പെടാം. അതായത് 2 ആഴ്ചയിൽ കുറഞ്ഞ ദൈർഘ്യമാണ് അക്യൂട്ട് എപ്പിസോഡിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ക്രോണിക് എപ്പിസോഡായും പ്രത്യക്ഷപ്പെടാം. ഇത് 6 ആഴ്ചയിൽ കൂടുതൽ ദൈർഘ്യമുള്ളതായിരിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങൾ: റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾക്ക് സമാനമായ ലക്ഷണങ്ങൾ പോളിആർത്രൈറ്റിസിനും പ്രകടമാകാം. രോഗമുണ്ടായി നാളുകൾക്ക് ശേഷമായിരിക്കും പോളിആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. വേദന, പിരിമുറുക്കം, ആർത്രൈറ്റിസ് അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ നീർവീക്കം, ഊർജം നഷ്ടപ്പെടുന്നതുപോലുള്ള തോന്നൽ, ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുക, വിയർക്കുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, അപ്രതീക്ഷിതമായി ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ. പോളിആർത്രൈറ്റിസ് മൂലം സന്ധികളിൽ വേദന, നീർക്കെട്ട്, പിരിമുറുക്കം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില രോഗികൾക്ക് സന്ധികളിൽ ശക്തമായ പിരിമുറുക്കമുണ്ടായെന്നു വരാം. അത് 2 മുതൽ 3 മണിക്കൂർ വരെ നീണ്ടുനിൽക്കാനും സാധ്യതയുണ്ട്. ചില രോഗികളിൽ സന്ധിവേദനയോടൊപ്പം പനി, വിശപ്പ് കുറവ്, ശരീരഭാരം കുറയ്ക്കുക എന്നീ ലക്ഷണങ്ങളും ഉണ്ടാകാം. രോഗകാരണങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിക്കും ലക്ഷണങ്ങളും ചിലപ്പോൾ വ്യത്യാസപ്പെടാം. ഇതിനുള്ള കാരണങ്ങൾ: ജനിതകപരമായ ഘടകങ്ങൾ പോളിആർത്രൈറ്റിസിന് കാരണമാകാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്നതും പോളിആർത്രൈറ്റിസ് ഉണ്ടാകുന്നതിന് കാരണമാകാം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE, പോളിമയോസൈറ്റിസ്, മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ്, ക്രോണിക് പോളിആർട്ടിക്കുലർ ഗൗട്ട് തുടങ്ങിയവയും പോളിആർത്രൈറ്റിസ് ഉണ്ടാക്കാൻ ഇടയാക്കും. ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഒരു പരിധിവരെ പോളിആർത്രൈറ്റിസിന് കാരണമാകുന്നുണ്ട്. പുകവലി, മദ്യപാനം, കഫീൻ ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം എന്നിവ പോളിആർത്രൈറ്റിസിന് കാരണമാകാം. ജീവിത രീതിയിലെ മാറ്റങ്ങളും പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളും പോളിആർത്രൈറ്റിസിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അത് കണ്ടെത്തുന്നത് പോളിആർത്രൈറ്റിസ് 5 അതിൽ കൂടുതലോ സന്ധികളിൽ ഉണ്ടാകുന്ന രോഗമായതിനാൽ രോഗലക്ഷണങ്ങളും അതനുസരിച്ച് പ്രകടമായേക്കാം. അതായത് 5 അതിൽ കൂടുതൽ സന്ധികളിൽ വാതരോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ പരിശോധനയിലൂടെ പോളിആർത്രൈറ്റിസ് കണ്ടെത്താനാകും. 5-ൽ കൂടുതൽ സന്ധികളിൽ വാതരോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. 30 മിനിറ്റിൽ കൂടുതൽ സന്ധികളിൽ പിരിമുറുക്കം നിലനിൽക്കുകയാണെങ്കിൽ പോളിആർത്രൈറ്റിസിൻ്റെ ലക്ഷണമായി കണക്കാക്കാം. അതോടൊപ്പം സന്ധികളിൽ നീർവീക്കവും അനുഭവപ്പെട്ടാൽ തീർച്ചയായും ചികിത്സ തേടേണ്ടതുണ്ട്. സന്ധികളിലെ വേദന ദൈനംദിന പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങളെല്ലാം 3 ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചികിത്സ ആവശ്യമാണ്. ചർമ്മം, കണ്ണുകൾ, ശ്വാസകോശം തുടങ്ങിയ മറ്റ് അവയവങ്ങളെയും പോളിആർത്രൈറ്റിസ് ബാധിച്ചേക്കാം. അതുകൊണ്ട് ലക്ഷണങ്ങൾ പ്രകടമായാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണ പരിശോധനയ്ക്ക് വിധേയമാകണം. രക്തപരിശോധന, എക്സ്റേ, സന്ധികളുടെ അൾട്രാസൗണ്ട് എന്നിവ രോഗനിർണയത്തിനായി നിർദ്ദേശിക്കാറുണ്ട്. ഇവയിലൂടെ പോളിആർത്രൈറ്റിസ് തിരിച്ചറിയാനാകും. ചികിത്സ: രോഗകാരണം കണ്ടെത്തുകയെന്നതാണ് രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ പ്രധാനം. അതിനായി ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാലുടൻ ഒരു സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുക. അസുഖത്തിൻ്റെ കാരണത്തെ ആശ്രയിച്ചായിരിക്കും ചികിത്സയുടെ കാലദൈർഘ്യം നിശ്ചയിക്കുന്നത്. വൈറൽ ആർത്രൈറ്റിസ് ഉൾപ്പെടെയുള്ള ചില വാതരോഗങ്ങൾ കുറച്ചു ദിവസത്തെ ചികിത്സ കൊണ്ട് പരിഹരിക്കപ്പെട്ടെന്നു വരാം. എന്നാൽ ചില വാതരോഗങ്ങൾ, ഉദാഹരണത്തിന് SLE, നീണ്ടകാലം മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. പോളിആർത്രൈറ്റിസിന് രക്തപരിശോധന ഉൾപ്പെടെ വിവിധ പരിശോധനകൾ നടത്തേണ്ടതായി വരും. വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് കണ്ടെത്തുന്നതിനായിട്ടാണ് രക്തപരിശോധനകൾ ചികിത്സയുടെ ഭാഗമായി ആവശ്യപ്പെടുന്നത്. കൂടാതെ സന്ധികൾക്ക് നീർവീക്കമുണ്ടോ, സന്ധികൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. നീർവീക്കവും വേദനയും അനുഭവപ്പെടുന്നതിൻ്റെ കാരണം തിരിച്ചറിയുന്നതിന് എക്സ്റേ സഹായിക്കും. മരുന്ന് ചികിത്സയോടൊപ്പം ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും പോളിആർത്രൈറ്റിസിനുള്ള ചികിത്സയിൽ ഉൾപ്പെടുന്നു. ഭക്ഷണക്രമം, വ്യായാമം, ജീവിതരീതി ഇവയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് ചികിത്സയുടെ ഭാഗമാണ്. രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ നൽകുന്നതോടൊപ്പം ജീവിതശൈലി മാറ്റങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. പോളിആർത്രൈറ്റിസ് മൂലമുണ്ടാകുന്ന വേദനയും സന്ധികളിലെ പിരിമുറുക്കവും കുറയ്ക്കാൻ ഫിസിയോതെറാപ്പി നൽകാറുണ്ട്. വ്യായാമക്കുറവുള്ളവരിൽ വ്യായാമം ശീലമാക്കുന്നതിനായി നടത്തം, നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയ വ്യായാമങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. സന്ധികൾക്ക് ദോഷം വരുത്താത്ത രീതിയിലുള്ള വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ രോഗിയുടെ ആരോഗ്യസ്ഥിതിയും രോഗകാരണങ്ങളും ലക്ഷണങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ള വ്യായാമമുറകളായിരിക്കണം. ഇവയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് നിർദ്ദേശിക്കുന്ന വ്യായാമങ്ങൾ ശീലമാക്കുന്നതാണ് ഉചിതം.
വ്യായാമങ്ങൾ ഓരോ വ്യക്തിയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. സ്വയം വ്യായാമങ്ങൾ സ്വീകരിക്കുന്നത് ഉചിതമല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുക. ഏത് രോഗങ്ങൾക്കും ശരിയായ രോഗനിർണയമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ലക്ഷണങ്ങളിലൂടെ രോഗം തിരിച്ചറിഞ്ഞാലുടൻ ചികിത്സ ആരംഭിക്കാൻ ശ്രമിക്കുക.